വെള്ളാപ്പള്ളിയോടും NSSനോടും മാത്രമുള്ള കോൺഗ്രസിന്റെ നിലപാടാണോ? മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയോടും സമാനമായ നിലപാടാണ് നിങ്ങൾക്കുള്ളത് എന്ന കാര്യത്തിലും മറുപടി വേണം. പക്ഷെ അതിലേക്ക് വരാം. ഇപ്പോൾ ഇടത് സഹയാത്രികൻ ഡോക്ടർ ജയരാജ് ചേരുന്നുണ്ട്. ഡോക്ടർ ജയരാജ്, ഈ മുസ്ലിം സമുദായത്തെയും മലപ്പുറത്തെയും ലക്ഷ്യമിട്ട് വെള്ളാപ്പള്ളി നടേശൻ മുൻപ് ചില വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. കേരളത്തിലെ പൊതുസമൂഹം അത് കേട്ടിട്ടുള്ളതാണ്. അന്ന് അത് അദ്ദേഹത്തിന്റെ, അതായത് വെള്ളാപ്പള്ളിയുടെ വ്യക്തിപരമായ നിലപാടായിരുന്നു എന്നായിരുന്നു CPM അന്ന് ഇതിനോട് പ്രതികരിച്ചത്. പക്ഷെ ഇപ്പോൾ സ്വന്തം പാർട്ടി നേതാവായ AN ഷംസീറിനെതിരെ പറഞ്ഞപ്പോഴാണോ CPM അപകടം മണക്കുന്നത്, വർഗീയത തിരിച്ചറിയുന്നത്? ഡോക്ടർ ജയരാജ്, ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ CPMന് പറ്റില്ല. വെള്ളാപ്പള്ളി നടേശൻ കുറെ നാളുകളായിട്ട് കുറെ ആളുകൾക്ക് നേരെ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിത്യചൈതന്യ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഇതിനകത്ത് കോട്ട് ചെയ്യാനുള്ളത്. അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ ആളുകളെ വഴിക്ക് വിടുക, അവരുടെ വാക്കുകൾ സംസാരിക്കുന്നതിന് അതിനില്ലാത്ത അർത്ഥങ്ങളൊക്കെ കൊടുത്ത് അത് പൊലിപ്പിച്ച് ആ ഒരു പ്രായത്തിൻ്റെതാണ്, അല്ലെ പ്രായാധിക്യത്തിൻ്റെതാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് അങ്ങനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് വേണ്ടുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഒരു സുപ്രധാനമായ ഒരു പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് കേരള സമൂഹത്തിൽ. അല്ലെങ്കിൽ ആരും ഈ ഒരു 80 വയസ്സ് കഴിഞ്ഞ ഒരാൾ എന്ത് പറഞ്ഞാലും അത്ര വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കില്ല. പക്ഷെ അത് എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഡിവിഷൻസ് ഉണ്ടാക്കുന്നതെന്നെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ ആര് നടത്തിയാൽ തന്നെയും അത് വിമർശിക്കപ്പെടേണ്ടതാണ്. അത് ആർക്കെതിരെ? ഒരു യുവ നേതാവിനെതിരെയാണ് ഇങ്ങനെ വർഗീയപരമായിട്ടുള്ള പരാമർശം ഉണ്ടാകുന്ന കുറെ മുൻപ് ഇങ്ങനെ വിഭജിക്കുന്ന രീതിയിലുള്ള, സമൂഹത്തെ വിഭജിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ട്. അന്ന് ഈ നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ടോ ഡോക്ടർ ജയരാജ്? ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതല്ലേ അതിന്റെ ശരി. നിയന്ത്രിക്കേണ്ടുന്ന സമയത്ത് നിയന്ത്രിക്കും, ഇടപെടുന്ന സമയത്ത് ഇടപെടും. ആദ്യമേ നമ്മളൊരു ഏജിന്റെ ഒക്കെ ഒരു പരിധി കൊടുത്തു, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഒരു സമുദായ നേരത്തെ ഇടപെട്ടിരുന്നെങ്കിൽ, നേരത്തെ പാർട്ടി നേതൃത്വം വെള്ളാപ്പള്ളിക്കെതിരെ ഇത്ര ശക്തമായ രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി ഇതുപോലുള്ള നിലപാടുകൾ, ഇതുപോലുള്ള വർഗീയ പരാമർശങ്ങൾ ആവർത്തിക്കില്ലായിരുന്നല്ലോ. ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം ടോം, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാമോ? നമ്മൾ അവരെ ആ വഴിക്ക് അങ്ങ് വിടുക. കാര്യം ഇനി അവരെ തിരുത്താനൊന്നും പറ്റില്ല. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ, ഷംസീറിന്റെ വിഷയത്തിൽ ഒരു പാർട്ടി അതിനെതിരെ പ്രതികരിച്ചത് കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മിണ്ടാതിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നത് മൗഢ്യമാണ്. അങ്ങനെ കരുതുന്നത് അങ്ങനത്തെ മൗഢ്യമാണ്. പിന്നെ തള്ളി പറയേണ്ടുന്ന കാലത്ത് എല്ലാ കാലത്തും തള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പ്രസ്ഥാനയുടെ കാലത്ത് അങ്ങനെ പറഞ്ഞു. ഈ പ്രസ്ഥാനം ഇതിനേക്കാളും വളരെ മോശമായിട്ട് AK ആന്റണി പ്രസ്ഥാനം നടത്തിയിട്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ പ്രസ്ഥാനം നടത്താത്തത് AK ആന്റണി മോശമാണോ അതിനകത്ത് ഈ പറയുന്നത് പോലെ? അതുപോലെ ഷംസീർ ഈ ഗണപതി മിത്താണെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിനെതിരെ സംഘപരിവാർ ആളുകളുടെ കൂടെ കൊള്ളൂത്ത് നടത്തിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. അന്ന് ഷംസീറിനെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തവരാണ് ഇന്ന് ഷംസീറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നിൽ വരുന്നതെന്നുള്ളത് കാണുന്നത് തന്നെ കൗതുകകരമായ കാര്യമാണ്. കാര്യം ഇത് നമ്മളുടെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. അതിനെ വലിച്ചു കീറാൻ ശ്രമിക്കുന്ന ആരായാലും ശരി, അത് കോൺഗ്രസ് ആണെങ്കിലും ശരി, RSS ആണെങ്കിലും ശരി, അതിന് ഏത് സമുദായ സംഘടനയുടെ നേതാവാണെങ്കിലും ശരി, അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്കല്ല, യതിയുടെ ഒരു ഇത് വെച്ചിട്ട് കഴിഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ, അവരുടെ മാനസിക നില ശരിയാണോ എന്ന് പരിശോധിക്കണം എന്ന് വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യതി എന്ന് പറയുന്ന എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം മനഃശാസ്ത്രത്തിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. കേരള സമൂഹത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്ന് പറഞ്ഞത്. നിത്യചൈതന്യ ഫേൺഹില്ലിലെ ഗുരുകുലമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ യതി അതിനപ്പുറത്തേക്കൊന്നും എനിക്കതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല എന്നുള്ളതാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ നമ്മൾ വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ, കാര്യം നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കയറി വരും. അതിനകത്ത് ഇപ്പം കോൺഗ്രസ് അതിനെതിരെ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ ലീഗ് ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇവര് നിലയ്ക്ക് നിർത്തുന്ന സമയത്ത് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു മേളിലിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അത് സർവധർമ്മ എന്താണ് അതിന് പറയുന്നത്, സമഭാവനയുടെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണെന്ന് കേരളം കണ്ട മഹാഗുരുവായ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ
ആ പ്രസ്ഥാനത്തിന്റെ ചാർജിലിരിക്കുന്നവർ അതിന്റെ ഔന്നത്യം കാണിക്കണം. ആ ഔന്നത്യം കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ദർശനമുള്ള കേരള സമൂഹത്തോട് ചെയ്യുന്ന, കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന അങ്ങേയറ്റം എന്താണത്, ഒരു വൃത്തികേടാണ് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അത് അത്തരത്തിലുള്ള നമ്മൾക്ക് മറ്റ് പല സ്ഥലങ്ങളിലും ഇല്ലാത്ത പോലെ നമ്മൾക്കൊരു ഒരു സന്യാസിയുണ്ട്. ആ സന്യാസി നമ്മൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ കുറിച്ച്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിന് മുമ്പിലേക്ക് തന്നെ കേരളം എങ്ങനെയായിരിക്കണമെന്ന് വിഭാവനം ചെയ്തൊരു മഹാമനീഷി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ അമരത്ത് കയറിയിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത്, അത് ഇതിനു മുമ്പത്തെ ആണെങ്കിലും ശരി ഇപ്പോഴാണെങ്കിലും ശരി, അത് അപലപനീയം തന്നെയാണ്. എന്തായാലും അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് അശോക് കുമാർ, ഇപ്പോൾ CPM വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വെള്ളാപ്പള്ളിക്കൊപ്പം കൂട്ടുപിടിച്ചവരാണ്, കൈകോർത്ത് നടന്നവരാണ്. അയ്യപ്പ സംഗമത്തില് എങ്ങനെയാണ് വെള്ളാപ്പള്ളിയെ സ്വന്തം കാറിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കൊണ്ടുപോയത്, ആനയിച്ചു കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും തള്ളിക്കളയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കൈവിട്ടുവെന്ന ഒരു തിരിച്ചറിവിന്റെ പേരിലുള്ള ഒരു നിലപാട് മാറ്റമായി, CPMന്റെ നിലപാട് മാറ്റമായി കാണണോ? എന്തായാലും കോൺഗ്രസും, അതായത് UDFും ഇപ്പോൾ CPMും വെള്ളാപ്പള്ളിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. BJPയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ശ്രീ ടോം, അതായത് കേരളത്തിലെ CPM കേരളത്തിലെ സമുദായ നേതാക്കളോട് സ്വീകരിക്കുന്ന നിലപാട്, അത് രണ്ട് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കപ്പെടുന്നത്. ഭൂരിപക്ഷ സമുദായ നേതാക്കളോട് ഒരു നിലപാടും ന്യൂനപക്ഷ സമുദായ നിലപാടോട് മറ്റൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് സമുദായ നേതാക്കളും ഈ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാനുള്ള മാർഗമായിട്ടൊരാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം CPMന്റെ ഭാഗത്തു നിന്ന് ആധികാരികമായി വെള്ളാപ്പള്ളി നടേശനെ ആദ്യം തള്ളിപ്പറഞ്ഞ ഷംസീറാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള മലബാറിലെ പല പ്രസംഗങ്ങളിലും ഷംസീർ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള കൂട്ടുകെട്ട് തെറ്റായിപ്പോയി, അദ്ദേഹത്തിന്റെ നിലപാട് തങ്ങളുടെ പരാജയത്തിന് കാരണമായി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷംസീർ വെള്ളാപ്പള്ളി നടേശനെ തെരഞ്ഞെടുപ്പിന് ശേഷം തള്ളിപ്പറഞ്ഞപ്പോൾ അതിന്റെ പ്രതികരണം എന്ന നിലയിലാണ് ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അത് തള്ളിപ്പറഞ്ഞു. അദ്ദേഹത്തിന്റെ മലബാറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ ലീഗാണ് ഷംസീർ എന്ന് പറയുന്ന കേസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.